Hi friends, myself Abhilash Rayaroth. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആർട്ടിക്കിൾ 14 ആണ്, റൈറ്റ് ടു ഈക്വാലിറ്റി വിത്ത് കേസ് ലോസ്. നമുക്ക് നോക്കാം. അതിൽ ഫസ്റ്റ് പറയുന്നത് എന്താണ് ആർട്ടിക്കിൾ 14 എന്നുള്ളതാണ്. അക്കോർഡിംഗ് ടു ആർട്ടിക്കിൾ 14, the state cannot deny equality before law and equal protection of law to any person within India. അതായത് ഇന്ത്യയിലുള്ള ഒരു വ്യക്തിക്ക് പോലും നമ്മൾ ഈക്വാലിറ്റി ബിഫോർ ദ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ ഡിനേ ചെയ്യാൻ പാടില്ല എന്നാണ് ആർട്ടിക്കിൾ 14 പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേം ആണുള്ളത്. ഒന്ന് ഈക്വാലിറ്റി ബിഫോർ ലോ ആണ്, മറ്റേത് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ ആണ്. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ഈക്വാലിറ്റി ബിഫോർ ലോ, അതേപോലെ തന്നെ ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ. അതിലൊന്നാമത്തതാണ് ഈക്വാലിറ്റി ബിഫോർ ലോ. സോ ഈക്വാലിറ്റി ബിഫോർ ലോ എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് കോൺസെപ്റ്റ് ആണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇതിൽ പറയുന്നത് ഓൾ പേഴ്സൺസ് ഷുഡ് ബി ട്രീറ്റഡ് ഈക്വലി, നോ ഡിസ്ക്രിമിനേഷൻ അലൗഡ്. അവിടെയാണ് നോ ഡിസ്ക്രിമിനേഷൻ, വേർതിരിവ് പാടില്ല. എല്ലാ വ്യക്തിയും എന്ത് ചെയ്യണം? ഈക്വൽ ആയിട്ട് ട്രീറ്റ് ചെയ്യണം. ഈ കോൺസെപ്റ്റ് ഉണ്ടായത് ബ്രിട്ടീഷ് കോൺസെപ്റ്റ് എന്നാണ്. ദാറ്റ്സ് കോൾഡ് റൂൾ ഓഫ് ലോ. Concept taken from the British concept of rule of law. എന്താണ് rule of law? The originator of the concept of rule of law was Sir Edward Coke. അപ്പോൾ സർ എഡ്വാർഡ് കോക്ക് ആണ് എന്ത് ചെയ്തത്? ഈ ഒരു ആശയം മുന്നോട്ട് വെച്ചത്. ഇറ്റ് മീൻസ് ദാറ്റ് നോ മാൻ ഈസ് എബവ് ലോ. ഒരാൾ പോലും നിയമത്തിന് അതീതമായിട്ടുള്ള ആരും തന്നെ ഇല്ല. And also that every person is subject to the jurisdiction of the ordinary code of law irrespective of their position and rank. അതായത് നിയമത്തിന്റെ മുന്നിൽ ഒരാളുടെ പൊസിഷനോ റാങ്കോ അതൊന്നും എന്തല്ല ഇമ്പോർട്ടന്റ് അല്ല എന്നാണ് ഈക്വാലിറ്റി ബിഫോർ ലോയിൽ പറയുന്നത്. അടുത്തതാണ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ. ഇതൊരു പോസിറ്റീവ് കോൺസെപ്റ്റ് ആണെന്ന് നമുക്ക് പറയാം. ലൈക്ക് ഷുഡ് ബി ട്രീറ്റഡ് ആസ് ലൈക്ക്, അൺലൈക്ക് ഷുഡ് നോട്ട് ബി ട്രീറ്റഡ് ലൈക്ക്. Discrimination allowed, but it should not be arbitrary and should be reasonable. Like should be treated as like എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപോലെയുള്ളതിനെ ഒരുപോലെ തന്നെയായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ട്രീറ്റ് ചെയ്യണം. Unlike should not be treated as like. ഒരുപോലെ അല്ലാത്തതിനെ നമ്മൾ എന്തായിട്ട് ട്രീറ്റ് ചെയ്യരുത്? ഒരുപോലെ ആയിട്ട് ട്രീറ്റ് ചെയ്യാനും പാടില്ല. ഡിസ്ക്രിമിനേഷൻ അലൗഡ് ചെയ്യുന്നുണ്ട്, പക്ഷെ അതെന്താണ്? ഷുഡ് നോട്ട് ബി ആർബിട്രറി. അതായത് വേർതിരിവ് പാടില്ല എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. പക്ഷെ വേർതിരിവ് ആവാം, പക്ഷെ അതെന്തായിരിക്കരുത്? ആർബിട്രറി ആവരുത്, ഏകപക്ഷീയമാകരുത്. അതെന്തായിരിക്കണം? ദാറ്റ് ഷുഡ് ബി എ റീസണബിൾ വൺ. ഓക്കെ, അപ്പം ഇതാണ് നമ്മൾ പറഞ്ഞത്. ഇനി ഇതുമായിട്ടുള്ള കേസ് ലോസ് നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഒന്നാമത്തെ കേസ് ലോ ആണ് എയർ ഇന്ത്യ വേഴ്സസ് നർഗേഷ് മീർസ. അപ്പൊ ഇതിൽ പറയുന്നത് the origin of the decision can be traced back on the seminal decision of the Supreme Court in 1981 in Air India versus Nargesh Mirza, which challenged the service rule of forcing air hostess to retire on the ground of marriage, first pregnancy or 35 years of age, whichever occurred earlier. അപ്പോൾ ഈ കേസിൽ പ്രസക്തമായിട്ടുള്ള ഒരു കാര്യം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു എയർ ഹോസ്റ്റേഴ്സ് ഉണ്ട്. അപ്പൊ എയർ ഹോസ്റ്റേഴ്സിന് കല്യാണം കഴിഞ്ഞു, ഓക്കെ, അല്ലെങ്കിൽ ഫസ്റ്റ് പ്രഗ്നൻസി ആയി, അല്ലെങ്കിൽ 35 വയസ്സിന് മുകളിലായി കഴിഞ്ഞാൽ അവരെ ടെർമിനേറ്റ് ചെയ്യുന്ന ഒരു കാര്യം വന്നു. അതിൽ ഏതാണോ മുന്നേ വരുന്നത്? ദ സബ്മിഷൻ ഫ്രം ദ കോർപ്പറേഷൻ സ്ട്രെസ്ഡ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ബ്യൂട്ടി, യൂത്ത് ആൻഡ് ഗ്ലാമർ. അപ്പം ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, കോർപ്പറേഷൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ജോലിക്ക് എയർ ഹോസ്റ്റേഴ്സ് ഉള്ള ജോലിക്ക് അവർക്ക് ബ്യൂട്ടി ഇമ്പോർട്ടന്റ് ആണ്, യൂത്ത് ഇമ്പോർട്ടന്റ് ആണ്, ഗ്ലാമർ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ കോർട്ട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, കോർട്ട് ഹെൽഡ് ദാറ്റ് ടെർമിനേറ്റിംഗ് ദ സർവീസ് ഓഫ് എൻ എയർ ഹോസ്റ്റേഴ്സ് ഓൺ ദ ഗ്രൗണ്ട് ഓഫ് പ്രഗ്നൻസി അമൗണ്ടഡ് ടു ഡിസ്ക്രിമിനേഷൻ. അപ്പം നേരത്തെ പറഞ്ഞു, അതായത് ഒരാൾ പ്രഗ്നന്റ് ആയി എന്നുള്ളത് കൊണ്ട് അവരെന്ത് ചെയ്യാൻ വേണ്ടി പാടില്ല? ടെർമിനേറ്റ് ചെയ്യാൻ പാടില്ല. അതെന്താണ്? ഡിസ്ക്രിമിനേഷൻ ആണ് എന്ന് കോടതി പറഞ്ഞു. അതാണ് ഒരു ഫേമസ് കേസ്. രണ്ടാമത്തെ കേസ് രൺധീർ സിംഗ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ 1982 ഈ കേസ് നടക്കുന്നത്.
ഇതിൽ പ്രധാനമായിട്ടുള്ള കാര്യം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക്, ദോ നോട്ട് എ ഫണ്ടമെന്റൽ റൈറ്റ്, is clearly a constitutional goal under Article 14, 16, 39C of the Constitution. അതായത് ഈക്വൽ പേ ആണ് കിട്ടേണ്ടത്, അതിന് ഈക്വൽ വർക്കിന്. ഇത് കൃത്യമായിട്ട് എന്തായാലും പറയുന്നു ആർട്ടിക്കിൾ 14, 16, 39C പറയുന്നു. അടുത്ത കേസാണ് DS നാഗര വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. ഈ കേസ് നടത്തിയിരിക്കുന്നത് 1983 ഇത്തരം ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ജഡ്ജ്മെന്റ് ആണ് വന്നിരിക്കുന്നത്. ക്ലാസിഫിക്കേഷൻ വാസ് മെയ്ഡ് ബിറ്റ്വീൻ ദ പെൻഷനേഴ്സ് ഹു റിട്ടയർഡ് ബിഫോർ എ സ്പെസിഫിക് ഡേറ്റ് ആൻഡ് ദോസ് ഹു റിട്ടയർഡ് ആഫ്റ്റർ സച്ച് ഡേറ്റ്. സച്ച് ക്ലാസിഫിക്കേഷൻ വാസ് ഹെൽഡ് ഇറേഷണൽ. അതായത് പെൻഷനേഴ്സ് എന്ത് ചെയ്യുന്നു, ഒരു ഡേറ്റിന് മുന്നേ റിട്ടയർ ചെയ്ത ആൾക്കാരും ആ ഒരു ഡേറ്റിന് ശേഷം റിട്ടയർ ചെയ്ത ആൾക്കാരും ഒരു ഡിസ്ക്രിമിനേഷൻ ഉണ്ടായി. അപ്പൊ കോടതി പറഞ്ഞു ഇതെന്താണ്, ഇറേഷണൽ ആണ് എന്ന് പറഞ്ഞു. ഡിസ്ക്രിമിനേഷൻ ഇസ് ദേർ ബട്ട് ദാറ്റ് ഇസ് ഇറേഷണൽ. അടുത്തതാണ് നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. ദാറ്റ് ഇസ് 2014 ഈ കേസുള്ളത്. ഇതിൽ പറയുന്നത് ആർട്ടിക്കിൾ 14 എന്ന് നേരത്തെ പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞു പേഴ്സന്റെ ഒരു ടേം ഉപയോഗിച്ചു. അതിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ ആണ് ഈ കേസിൽ നൽകുന്നത്. Article 14 does not restrict the word person to male and females only. അതായത് ആർട്ടിക്കിൾ 14 പേഴ്സൺ എന്ന് പറയുന്നത് മെയിലും ഫീമെയിലും മാത്രമല്ല, ദാറ്റ് ഇൻക്ലൂഡ് ദ ട്രാൻസ്ജെൻഡേഴ്സ് ഓൾസോ. അതിനകത്ത് എന്തുകൂടെ വരും, ട്രാൻസ്ജെൻഡേഴ്സ് കൂടെ വരും എന്നുള്ളത് നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന കേസിലെ ജഡ്ജ്മെന്റ് ആണ്. അടുത്ത കേസാണ് നവ്തേജ് സിംഗ് ജോഹർ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. ഇതിലും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ജഡ്ജ്മെന്റ് ആണ് വന്നത്. LGBT, ദാറ്റ് മീൻസ് ലെസ്ബിയൻ, ഗേ, ബൈസെക്ഷൽ ആൻഡ് ട്രാൻസ്ജെൻഡേഴ്സ്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരു individuals were legally allowed to engage in consensual intercourse. അതായത് സെക്ഷൻ 377 IPC പ്രകാരം, അതായത് വേറെ സെയിം സെക്സിലുള്ള ആൾക്കാർ ഇന്റർകോഴ്സ് ചെയ്യുന്നത് ക്രിമിനൽ കേസായിരുന്നു. അതായത് ലെസ്ബിയൻ സ്ത്രീകൾ തമ്മിൽ, 2 സ്ത്രീകൾ ചെയ്യുകയാണെങ്കിൽ അത് ലെസ്ബിയൻ എന്ന് പറയും, 2 ജെൻസ് ചെയ്യുകയാണെങ്കിൽ അത് ഗേ എന്ന് പറയും, ബൈസെക്ഷൻ എന്ന് വെച്ചാൽ ബോത്ത് ചെയ്യുന്നുണ്ടെങ്കിൽ ഓക്കെ, ട്രാൻസ്ജെൻഡേഴ്സ്. അപ്പൊ ഇതൊക്കെ IPC 377 പ്രകാരം ക്രിമിനൽ കേസായിരുന്നു. പക്ഷെ ഇപ്പോഴെന്ത് ചെയ്തു, ഈ കേസിന്റെ ജഡ്ജ്മെന്റ് വന്നതിന് ശേഷം എന്താണ്, അത് ഒഴിവാക്കപ്പെട്ടു. പക്ഷെ സർട്ടൻ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അപ്പൊ ഇത് പറയുന്നത് സെക്ഷൻ 377 IPC വാസ് ഹെൽഡ് ടു ബി വയലേറ്റീവ് ഓഫ് റൈറ്റ് ടു ഈക്വാലിറ്റി ഫോർ ദ സെയിം സെക്സ് കപ്പിൾ. അപ്പൊ സെയിം സെക്സ് കപ്പിൾസിന്റെ റൈറ്റിനെ എന്ത് ചെയ്യുന്ന, ഹനിക്കുന്ന ഒരു തരത്തിലുള്ള കാര്യമാണ് സെക്ഷൻ 377 IPC എന്ന് പറഞ്ഞു. സോ അത് എടുത്തു കളഞ്ഞു. അടുത്താണ് ഇന്ത്യൻ യങ് ലോയേഴ്സ് അസോസിയേഷൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. 2018 ഏറ്റവും വലിയ ചർച്ചകൾക്ക് ഉണ്ടാക്കിയ ഒരു കേസാണിത്. ഇതിൽ സുപ്രീം കോർട്ട് ഡിക്ലയർഡ് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ദ ശബരിമല ടെമ്പിൾസ് customs of prohibiting women in their menstruating years from entering the temple premises. അപ്പം ശബരിമലയില് സ്ത്രീകളെ പ്രവേശിക്കരുത് എന്നുള്ളൊരു കസ്റ്റം ഉണ്ടായിരുന്നു. അതാണ് എന്ത് ചെയ്തത്, കോടതി മാറ്റിയത്. മെൻസ്ട്രേറ്റിംഗ് ഇയേഴ്സ് ആണെങ്കിൽ കൂടെ അവർക്ക് എന്ത് ചെയ്യാം, എൻറ്റർ ചെയ്യാം, അല്ലെങ്കിൽ അതൊരു ഡിസ്ക്രിമിനേഷൻ ആണ് എന്ന് കോടതി പറഞ്ഞു. ഇതൊരു ഫേമസ് കേസാണ്, ലാൻഡ്മാർക്ക് കേസ് തന്നെ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇത്രയും കാര്യങ്ങളാണ് ആർട്ടിക്കിൾ 14 കുറിച്ചുള്ളത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. താങ്ക് യു.